ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അയാൻസ് ക്രിയേഷൻസ്. അപ്പോൾ പുതിയൊരു കഥക്കൂട്ടുമായി വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് പോകാം നമ്മുടെ കഥയിലേക്ക്. കഥയുടെ പേര് നോക്കുകുത്തി. ഉദിച്ചുയരുന്ന സുപ്രഭാതം. അങ്ങകലേക്ക് നോക്കുമ്പോൾ തെളിഞ്ഞ വാനിൽ വികരശ്രേണികൾ ചിലിച്ചു കൊണ്ടുപോകുന്നു. ഈ സുന്ദരമായ കാഴ്ചകൾ എല്ലാം കണ്ടുകൊണ്ട് അവൾ പാടവരമ്പിലൂടെ നടന്നു വരികയാണ്. നെൽക്കതിരിനോടും പക്ഷികളോടും എല്ലാം കഥകൾ പറഞ്ഞ് കുശലം ചോദിച്ചും അവൾ അങ്ങനെ പുസ്തകക്കെട്ടുകൾ മാറോടണച്ചുകൊണ്ട് വരികയാണവൾ. അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. പാടവരമ്പിൻ്റെ നടുവിൽ ഒരു നോക്കുകുത്തി. അതിനെയും വെറുതെ വിട്ടില്ല. അവൾ ചോദിച്ചു, നോക്കുകുത്തി നോക്കുകുത്തി, നീ ഇങ്ങനെ വെയിലത്തും മഴയത്തും നിന്നാൽ തളരില്ലേ? മഴ നനഞ്ഞാൽ നിനക്ക് പനി പിടിക്കില്ലേ? ഒറ്റയ്ക്ക് നിന്നാൽ നിനക്ക് പേടിയാകില്ലേ? എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ നോക്കുകുത്തിയോടായി അവൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങകലെ നിന്നും ചിന്നു എന്നൊരു വിളി കേട്ടു. ആരാണെന്നോ? അവളുടെ പ്രിയ കൂട്ടുകാരൻ അപ്പു ആണ് വിളിക്കുന്നത്. എടി, നിന്റെ ഈ കുശലം ചോദ്യം ഇതുവരെ കഴിഞ്ഞില്ലേ? അതിനെങ്കിലും ഒന്ന് വെറുതെ വിട്. നമുക്ക് സ്കൂളിൽ പോകാൻ സമയമായി. അത് കേട്ടതും ചിന്നു അപ്പുവിൻ്റെ കൂടെ സ്കൂളിലേക്ക് ഓടി. അങ്ങനെ നേരം കടന്നുപോയി. സ്കൂൾ വിട്ട് വരുന്ന വഴി അപ്പുവും ചിന്നുവും ആ നോക്കുകുത്തിയെ കണ്ടു. ചിന്നു പിന്നെയും അവിടെ വാചാലയാവുകയാണ്. ഈ സമയം അവിടെ പെട്ടെന്നൊരു മഴ വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീട്ടിലേക്കോടി. രാത്രിയിലും ആ മഴ ശക്തിയായി പെയ്തുകൊണ്ടേയിരുന്നു. വീട്ടിലെത്തിയിട്ടും ചിന്നുവിൻ്റെ മനസ്സിൽ നോക്കുകുത്തിയുടെ ചിന്തകളായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചിരുന്നതുകൊണ്ട് നേരം കടന്നു പോയത് അവൾ അറിഞ്ഞതേയില്ല. മഴ തോർന്നു, രാത്രി കടന്നുപോയി. പുലർച്ചെ ചിന്നുവും അമ്മയും കൂടി അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിലാണ് അവൾ ആ കാഴ്ച കണ്ടത്. തലേന്നത്തെ മഴയിൽ പാടത്ത് വെള്ളം കയറിയിരിക്കുന്നു. ഈ സമയം ചിന്നു അവിടെ ഒരാളെ അന്വേഷിക്കുകയാണ്. മറ്റാരുമല്ല, ആ നോക്കുകുത്തിയെ. പക്ഷേ അവിടെ എങ്ങും കണ്ടില്ല. ചിന്നുവിന് ആകെ വിഷമമായി. അപ്പോൾ ചിന്നു അമ്മയോടായി ചോദിച്ചു, അമ്മേ, ഞാൻ ഇന്നലെ ഇവിടെ ഒരു നോക്കുകുത്തിയെ കണ്ടു. പക്ഷേ ഇന്നിവിടെ കാണുന്നില്ല. അതെവിടെ പോയി? ചിലപ്പോൾ ഇന്നലത്തെ മഴയിൽ വെള്ളത്തോടൊപ്പം എങ്ങോട്ടോ ഒഴുകിപ്പോയതായിരിക്കാം എന്ന് അമ്മ മറുപടി നൽകി. ഉടനെ ചിന്നുവിൻ്റെ അടുത്ത ചോദ്യം, അമ്മേ, ഈ നോക്കുകുത്തികൾ ഒക്കെ എന്തിനുള്ളതാ? അത് കേട്ടതും അമ്മ അതിനുള്ള മറുപടി നൽകി. മോളെ, നോക്കുകുത്തികൾ നമ്മുടെ പാടത്തിന് കണ്ണ് കിട്ടാതിരിക്കാൻ വയ്ക്കുന്നതാണ്. കൃഷിയിലെ എല്ലാ ദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. അത്രയേ ഉള്ളൂ. ആണോ അമ്മേ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ യാത്രയുടെ ഇടയിൽ ചിന്നുവിൻ്റെ അടുത്ത സംശയം, അമ്മേ, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന നോക്കുകുത്തിയെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കൃഷി നശിക്കുമോ? ഏയ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് പോയാൽ വേറൊരെണ്ണം വെക്കും. ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ മോളെ? ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ആ വിശ്വാസം ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ ചിന്നുവിൻ്റെ ഓരോ സംശയങ്ങൾക്കും അമ്മ മറുപടി നൽകിക്കൊണ്ട് അവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ ഈ ചെറുകഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.